ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. ഇന്നും നമ്മൾ വിചിന്തനം നടത്തുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചാണ്. വിശുദ്ധ യൗസേപ്പിതാവ് മറിയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമുക്ക് ഈ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്ന്, വിശുദ്ധ യൗസേപ്പ് ദാവീദ് വംശജനായിരുന്നു. മത്തായിയുടെ സുവിശേഷം ഇക്കാര്യം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് വംശജനായ വിശുദ്ധ യൗസേപ്പ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ യൗസേപ്പ് യേശുവിൻ്റെ വളർത്തു പിതാവായിരുന്നു. നമുക്കറിയാം, ഒരു പുരുഷ ബീജത്തിൽ നിന്നല്ല യേശുവിന് ജന്മം ലഭിച്ചത്, പരിശുദ്ധാത്മാവിലൂടെയാണ്. പറയുണ്ട് വളർത്തു പിതാവ്. യേശുവിൻ്റെ വളർത്തു പിതാവായിട്ട് വിശുദ്ധ യൗസേപ്പിനെ നാം കാണുന്നു. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ യൗസേപ്പ് മറിയത്തിൻ്റെ സംരക്ഷകനായിരുന്നു. മറിയത്തെ എല്ലാവിധത്തിലും സംരക്ഷിക്കുന്ന, ദൈവം കൊടുത്ത നിർദ്ദേശപ്രകാരം മറിയത്തെയും കുഞ്ഞിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വിശുദ്ധ യൗസേപ്പിനെ നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാര്യം, വിശുദ്ധ യൗസേപ്പ് കുടുംബത്തിൻ്റെ പരിപാലകനാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങൾ ഈ വിശുദ്ധനെ അനുകരിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നത്. നമുക്ക് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, വിശുദ്ധ യൗസേപ്പ് ദൈവത്തിൽ നിന്നും സന്ദേശം ലഭിച്ച ഒരു വ്യക്തിയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് വചനം ലഭിച്ച, നിരന്തരമായിട്ട് ഇങ്ങനെ സന്ദേശം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. മത്തായി 1:20 വചനം, 2:13 വചനം, 19 വചനം, അവിടെയെല്ലാം നമ്മൾ കാണുന്നു ദൈവം യൗസേപ്പിന് സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. അതനുസരിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യൗസേപ്പിനെ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ പരിശുദ്ധ ഭാര്യയെ സംശയിച്ചപ്പോൾ ദൈവം സന്ദേശം കൊടുത്തു. നീ അവളെ സംശയിക്കേണ്ടതില്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതിന് ദൈവം സന്ദേശം കൊടുക്കുന്ന കാണാൻ പറ്റും. ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്ക് മടങ്ങി വരേണ്ട ആ ഘട്ടം വന്നപ്പോൾ അവിടെയും ദൈവം സന്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ദൈവത്തിൽ നിന്നും സന്ദേശം ലഭിച്ച് അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. മറ്റൊരു കാര്യം, വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ലളിത ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. എന്നാൽ ഉയർന്ന ചിന്താഗതി, അത് ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. എന്നാൽ ഉയർന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ചിന്താഗതി. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് ഏതാനും ചില വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ മരിയ വിയാനി അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ യൗസേപ്പിനോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം മറിയത്തെ സംരക്ഷിച്ച വ്യക്തി എന്ന നിലയിൽ വിശുദ്ധ യൗസേപ്പിനോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനമാണ് എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുകയുണ്ടായി. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ, പഴയ നിയമത്തിലെ ജോസഫിൻ്റെ അടുത്തേക്ക് പോകാൻ ഫറവോ പ്രജകളോട് പറഞ്ഞു. നമുക്കറിയാം, ക്ഷാമം വന്നപ്പോൾ ജോസഫിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് ഫറവോ ആളുകളെ നയിക്കുന്നത് കാണാൻ പറ്റും. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ പറയാണ്, യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചിട്ടുള്ള എനിക്ക് ഇന്ന് വരെ ചോദിച്ചത് ലഭിക്കാതിരുന്നിട്ടില്ല. പറയുന്നുണ്ട്, യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളത്
ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പറഞ്ഞത്, ചില വിശുദ്ധർ ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മെ സഹായിക്കും. നമുക്കറിയാം, ഓരോരോ കാര്യത്തിന് ഓരോ വിശുദ്ധരെ നമ്മൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവ് എല്ലാ ആവശ്യങ്ങളിലും ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കും. അതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധനെ മനസ്സിലാക്കി ഈ വിശുദ്ധനെ അനുകരിക്കാനുള്ള ഒരാഗ്രഹം, തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നും വരാൻ ആഗ്രഹിച്ച് നമുക്ക് കുടുംബ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ജീവിത പങ്കാളിയെ അകാരണമായി സംശയിക്കുന്നവരുടെ മാനസാന്തരം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.